ഇത് നോക്കിയേ, ഇതെന്താ ഫോമല്ലേ? അവിടെ കുറെ ബുക്ക് ഇരിക്കുന്നു. ഇതിന് വരെ പ്രേമലേഖനം മറ്റേ കാണുമോ? ഫോൺ നിക്ക് ഞാൻ പോയെടുക്കാം. ഹലോ, വിളിക്കാവേ. മേഘയ്ക്കൊരു ഫോൺ. ഹലോ, ഹായ്, ഹായ്. എന്താ ചേച്ചി, ആരായിരുന്നു ഫോണിൽ? ഒരു അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാത്രമേ ഞാൻ ഈ രഹസ്യം വെളിപ്പെടുത്തുകയുള്ളൂ. ഇത് ഞാൻ എന്റെ കണ്ണേട്ടിന് കൊടുത്ത വാക്കാണ്. അമ്മേ, ബൈ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അന്വേഷണം ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കാണെന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. വാ. ഹലോ, മംഗല്യസൂത്രം എം.ഡി. ജോൺ സാമുൽ സ്പീക്കിംഗ്. ആര്, കുട്ടിയോ? ഓ, മണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി, പറയൂ 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 പറയൂ. മേഘയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കണ്ടുപിടിച്ചോ? ഉവ്വ്, മേഘയ്ക്കൊരു കാമുകനുണ്ട്. അയ്യോ ചേച്ചി, കാമുകനോ? ആരാണ്? ആരാണെന്ന് എനിക്കറിയില്ല. ബൈക്കിൽ വന്ന ഒരാടെ കൂടെ മേഘ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അയാളുടെ നമ്പർ അറിയോ? സോറി, അയാളെ വണ്ടി നമ്പർ അറിയോ? അത് പിന്നെ ഞാൻ നോട്ട് ചെയ്യാതിരിക്കൂ. പറയൂ പറയൂ പറയൂ. ഒരു മിനിറ്റ് പേരെടുക്കട്ടെ. പറഞ്ഞോളൂ. KL 7A. ഇതാണോ? അത് സ്കൂട്ടർ അല്ലേ? കണ്ട അറിഞ്ഞൂടെ? ഇതാ ഇത് നോക്കിയേ, അത് സൈക്കിള്. അയ്യോ, എന്ത് പറ്റിയിരുന്നോളെ? ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റുന്നു. അപ്പൊ ചുറ്റിച്ചോ? നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പോ വരാം. കല്യാണ ദിവസം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇയാൾ നിന്നെ എത്രയും പെട്ടെന്ന് ചുറ്റിക്കുന്നു. ഉടനെ വേണ്ടെന്നാ ബെന്നി പറയുന്നത്. അയ്യോ, അയാൾ അങ്ങനെയൊക്കെ പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചുരുങ്ങിയത് 6 മാസത്തിനുള്ളിലെങ്കിലും പ്രസവിക്കണമെന്നാണ് എന്റെ തിയറി. അല്ലെങ്കിൽ നമുക്ക്
അയ്യോ അവരെവിടെ പോയി? ശിവനെ അവനെ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്താണോ? Never. ഒരിക്കലുമില്ല. മിസ്റ്റർ കർണൻ, മേഘയെ വിവാഹം കഴിച്ച് ഒരു ഹാപ്പി ലൈഫ് സ്വപ്നം കാണുന്ന ഒരു കാമുകൻ ഒരിക്കലും അത് ചെയ്യില്ല. അതാണ് ലവ് സൈക്കോളജി. മാരേജ് ആക്ട് 305 പറയുന്നത് അത് തന്നെയാണ്. മിസ്റ്റർ കരുണാകരൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ മറ്റു ചില തെണ്ടിപ്പട്ടികൾ ഇവിടെ ജനിക്കുന്നു. ജനിച്ചവന് പകരം മരണം നടക്കുമ്പോ മരിച്ചവന് പകരം വീണ്ടും ജനനം. ഇങ്ങനെ ജനനവും മരണവും തമ്മിലടിക്കുമ്പോ ജനിപ്പിച്ചവനാ മക്കളെ മരിക്കാണ്ട് മരിക്കണം. അവര് വന്നു. അതെ പോലീസ്. വണ്ടി നമ്പർ ശരിയല്ലേ? അതെ ശരി തന്നെയാണ് സാർ. വണ്ടി എടുക്കണം. ഇത് എന്റെ വണ്ടിയല്ല, എന്റെ വണ്ടി കൈനീട്ടി പോണ്ടേ. അത് മനസ്സിലായി സ്റ്റേഷനിലേക്ക്. ഈ പോലീസുകാരൊക്കെ പത്തുമതി എഴുതിയങ്ങോട്ട് പോയത്. നമുക്ക് ചൈനീസ് ഫുഡ് വാങ്ങിക്കാൻ പോയതായിരിക്കും. അത് ഈ ഏരിയയിൽ നല്ലത് കിട്ടില്ല മിസ്റ്റർ എന്റെ തലവിധി. ഏത് സമയത്താണോ എനിക്ക് വീടിന്റെ വേലയാടാൻ തോന്നിയത്. വേലിയുമ കിടന്ന പാമ്പിന്റെ അടുത്ത് അതേലി വെച്ചെന്ന് പറഞ്ഞ പോലെ അത് ശരിയല്ലേ? കാരണം ഏകദേശം ശരിയാണ്. മാരി കയറൊന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ എനിക്കൊരു അത്യാവശ്യത്തിന് ഒരിടം വരെ പോയി. എവിടെ പോകാതെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് പട്ടികളെ പോണ കാര്യമല്ല. ഒരു പട്ടി ഇവിടെ മരിക്കുമ്പോ ഒരു പട്ടി ജനിച്ചതിന്റെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അത് ഏത് പട്ടിയാണോ? പോയി പോയി പോയി. ഇതിനൊക്കെ എവിടെ നിന്നൊക്കെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടാ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിടത്തുനിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ അവസാനത്തെ അടവ് പ്രയോഗിച്ചു. സത്യം പറയാൻ നെടുങ്ങാട് കൊല്ലം കൊട്ടിയും തരും. അയ്യോ അയ്യോ, തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ സകല കാറുകളും ബസ്സുകളും ഞാൻ തന്നെ പൊട്ടിച്ചത്. അവിടെ സ്ഥലം ഉണ്ടായില്ലേ? കരുണാകര, എന്താ? രണ്ട് പച്ച ഇറുക്കിലി എടുത്ത് അറ്റം കൂർപ്പിച്ച് വെളിച്ചെണ്ണ മുക്കി സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോവാ. പോയി പോയി പോയി.